ഹലോ സുഹൃത്തുക്കളെ, ചരിത്രത്തിലെ വളരെ രസകരമായ എന്നാൽ അത്ര തന്നെ വിവാദപരമായൊരു വിഷയത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് തികച്ചും അസാധാരണമായൊരു സ്ഥലത്തേക്കാണ്. ഓസ്ട്രേലിയയിലെ ഗോസ്ഫോർഡിന് സമീപമുള്ള വലിയ കാടുകൾക്കുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ രണ്ട് വലിയ മണൽക്കല്ലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു നിഗൂഢതയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇതുവരെയുള്ള ധാരണകളെ തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ തയ്യാറല്ലേ? പുരാതന ഈജിപ്തുകാർ ഓസ്ട്രേലിയയിലെത്തിയിരുന്നോ? കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നില്ലേ? ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണത്തിന്റെ അടിസ്ഥാനം. സത്യം പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ ഇതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പുരാതന ഈജിപ്തും ഓസ്ട്രേലിയയും തമ്മിൽ ഭൂമിശാസ്ത്രപരമായി ആയിരക്കണക്കിന് മൈലുകളുടെ ദൂരമുണ്ട്. അന്നത്തെ കാലത്തെ യാത്രാ സൗകര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇതൊരു അസാധ്യമായ കാര്യം തന്നെയാണ്. എങ്കിലും ഈ അസാധാരണമായ വാദത്തിനു പിന്നിലെ സത്യമെന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ശരി, നമുക്ക് നേരെ ആ കാടിന്റെ ഉള്ളിലേക്ക് തന്നെ പോകാം. വനത്തിനുള്ളിൽ മണൽക്കല്ലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ നിഗൂഢത എന്താണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ ഗോസ്ഫോർഡ് ക്ലിഫുകൾ അല്ലെങ്കിൽ കരിയോങ് ഹൈറോഗ്ലിഫുകൾ എന്നാണ് വിളിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓസ്ട്രേലിയയിലെ കൊടുങ്കാട്ടിൽ പെട്ടെന്നാരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് ഈജിപ്ഷ്യൻ അക്ഷരങ്ങളും പക്ഷികളുടെയും മനുഷ്യരുടെയും രൂപങ്ങളും. ശരിക്കും വിശ്വസിക്കാൻ കുറച്ചു പാടാണ്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഇവ വളരെ പ്രാചീനമാണെന്നേ ആരും പറയൂ. കാടിന്റെ നടുവിൽ ഇത്തരം ഈജിപ്ഷ്യൻ ചിഹ്നങ്ങൾ കാണുന്നത് തന്നെ വളരെ വിചിത്രമായൊരു അനുഭവമാണ്. വെറുതെ ഒന്നോ രണ്ടോ രൂപങ്ങളല്ല, 300-ലധികം ഗ്ലിഫുകളാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഈയൊരു സംഖ്യ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത്രയധികം കൊത്തുപണികൾ ഈ കടുപ്പമേറിയ പാറയിലുണ്ടാക്കാൻ എത്രമാത്രം സമയവും കഠിനമായ പ്രയത്നവും വേണ്ടി വന്നിട്ടുണ്ടാകും. ഇത് വെറുമൊരു യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ആരോ പോയി ചെയ്തതാണെന്നോ കരുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനു പിന്നിൽ വലിയൊരു അധ്വാനം നടന്നിട്ടുണ്ട് എന്നുറപ്പാണ്. ഇനി ഇതാര് ചെയ്തതാകാം? ശരിക്കും പുരാതന ഈജിപ്ഷ്യൻ പരിവേഷകർ തന്നെയാണോ? കല്ലിൽ കൊത്തിയ ആ രസകരമായ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ചിലരുടെ അഭിപ്രായത്തിൽ ഈ കൊത്തുപണികൾക്ക് ഏകദേശം 4500 വർഷത്തെ പഴക്കമുണ്ട്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പല നാഗരികതകളും ഉണ്ടാകുന്നതിനും എത്രയോ മുൻപ് തന്നെ പുരാതന ഈജിപ്തുകാർ അതിസാഹസികമായി സമുദ്രങ്ങൾ താണ്ടി ഓസ്ട്രേലിയയിലെത്തിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നൊരു കാര്യമാണത്. ഈ വാദം സത്യമാണെങ്കിൽ ലോക ചരിത്രം തന്നെ നമ്മൾ മാറ്റിയെഴുതേണ്ടി വരും. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ ലിപികൾ വായിച്ചെടുത്തവർ പറയുന്നത് ഇതൊരു വലിയ രാജകീയ പര്യവേഷണത്തിന്റെ കഥയാണെന്നാണ്. സ്വന്തം നാട് വിട്ട് ഒരുപാട് ദൂരം താണ്ടി അജ്ഞാതമായ ദേശങ്ങളിലൂടെയുള്ള ഒരു സാഹസിക യാത്ര. ഒടുവിൽ ആ സംഘത്തിലെ ഒരു പ്രധാന രാജകുടുംബാംഗം അവിടെ വെച്ച് മരിക്കുന്നു. വളരെ ഇമോഷണലും നാടകീയമായ ഒരു കഥയാണ് ആ കല്ലുകളിൽ കൊത്തിവച്ചിരിക്കുന്നതെന്നാണ് ഈ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും മാറുന്നത്. ഇതൊരു ആധുനിക തട്ടിപ്പാണെങ്കിലോ? ശാസ്ത്രലോകത്തിനും പുരാവസ്തു ഗവേഷകർക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അവർക്കൊരിക്കലും ഈ രാജകീയ കഥയോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് 4500 വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ പര്യവേഷണ ചരിത്രമെന്ന് വാദിക്കുമ്പോൾ മറുഭാഗത്ത് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് വെറും 1920കളിൽ ആരോ ഉണ്ടാക്കിയൊരു തട്ടിപ്പാണെന്നാണ്. നോക്കൂ, എത്ര വലിയൊരു അന്തരമാണ് ഈ രണ്ട് വാദങ്ങൾ തമ്മിലുള്ളത്. നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുള്ള രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഇവിടെ നേർക്കുനേർ വരുന്നത്. ശാസ്ത്രജ്ഞർ വെറുതെ പറയുന്നതല്ല കേട്ടോ. അവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, ഈ ലിപികളിലെ ഈജിപ്ഷ്യൻ വ്യാകരണം പലയിടത്തും തെറ്റാണ്. 2, 4000-ലധികം വർഷം മഴയും വെയിലുമേറ്റാൽ തുറസായ സ്ഥലത്തുള്ള ഈ പാറകൾക്ക് സ്വാഭാവികമായ തേയ്മാനം സംഭവിക്കേണ്ടതല്ലേ? പക്ഷേ ഈ കുത്തുപണികൾക്ക് ഇപ്പോഴും നല്ല മൂർച്ചയുണ്ട്. മൂന്നാമത്തെ വലിയ പ്രശ്നം എന്താണെന്നാൽ ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ തികച്ചും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലെ ശൈലികൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇതിൽ കൂട്ടിക്കലർത്തിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട നിഗമനം ഇതാണ്: ഇത് ഈജിപ്ഷ്യൻ ചരിത്രത്തോട് വലിയ താൽപ്പര്യമുള്ള, എന്നാൽ അതേക്കുറിച്ച് കുറച്ചൊക്കെ മാത്രം അറിവുള്ള ഇന്നത്തെ കാലത്തെ ഒരാളുടെ സൃഷ്ടിയാണെന്നാണ്. വളരെ വിശ്വസനീയമായ ഒരു മിഥ്യ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സമർത്ഥനായ കലാകാരൻ. അല്ലാതെ 4000 വർഷങ്ങൾക്ക് മുൻപ് വന്ന ഈജിപ്ഷ്യൻ പരിവേഷകരുടേതല്ല എന്നവർ തറപ്പിച്ചു പറയുന്നു. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ നടന്നാലും പതിറ്റാണ്ടുകളായി ഈ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. രണ്ടു പക്ഷത്തിനും തങ്ങളുടെ വാദം പൂർണ്ണമായും തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുതന്നെ ഇതൊരു പരിഹരിക്കപ്പെടാത്ത പ്രഹേളികയായി തുടരുന്നു. ഈജിപ്തുകാർ അവിടെ എത്തിയെന്ന് വാദിക്കുന്നവർക്കുള്ള പ്രധാന വെല്ലുവിളി എന്താണെന്നറിയാമോ?
അവിടെ നിന്ന് ഇതുവരെ അവരെ പിന്തുണയ്ക്കുന്ന ഒരു പുരാവസ്തുവോ പുരാതന ഉപകരണങ്ങളോ എന്തിന് ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ അവശിഷ്ടം പോലും കിട്ടിയിട്ടില്ല എന്നതാണ്, ഒരൊറ്റ ഭൗതിക തെളിവ് പോലുമില്ല എന്നത് ശരിക്കും ഈ വാദത്തിന്റെ വിശ്വസനീയതയെ വളരെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിലിപ്പോൾ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ 4500 വർഷം പഴക്കമുള്ള ചരിത്രത്തെ മാറ്റിമറിക്കുന്ന രാജകീയ പര്യവേഷണം, അല്ലെങ്കിൽ 1920കളിൽ നടന്ന ഒരു ഒന്നാന്തരം തട്ടിപ്പ്. ഇതിലേതാണ് കൂടുതൽ സത്യത്തോടടുത്ത് നിൽക്കുന്നതെന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടത്. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യവും പോരായ്മകളുമുണ്ട്. പക്ഷെ സത്യം എന്തുതന്നെയായാലും ഈ നിഗൂഢത തേടി ഇന്നും ഒരുപാട് ആളുകൾ അവിടെ എത്താറുണ്ട്. അവിടെ പോകുന്നവർക്കൊക്കെല്ലാം ഒരു പ്രത്യേകതരം വിചിത്രമായ അന്തരീക്ഷം ഫീൽ ചെയ്യാറുണ്ടത്രേ. ഏതോ വലിയ ചരിത്ര സംഭവം അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇപ്പോഴും വെളിപ്പെടാൻ കാത്തിരിക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ ആ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന തോന്നൽ, അത് ആളുകളെ ഇപ്പോഴും അവിടേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവസാനമായി ഞാൻ നിങ്ങളോട് തന്നെ ആ ചോദ്യം ചോദിക്കുകയാണ്. ഈ ഗോസ്ഫോർഡ് ഗ്ലിഫുകൾ പുരാതന കാലത്തെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വലിയ ആഗോള ബന്ധത്തിന്റെ തെളിവാണോ, അതോ കാലത്തെ അതിജീവിച്ച നമ്മളെല്ലാവരെയും വിഡ്ഢികളാക്കിയ ഒരു ബുദ്ധിപരമായ തട്ടിപ്പാണോ? ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ആ കല്ലുകളിൽ കുത്തിവെക്കപ്പെട്ട നിഗൂഢത എളുപ്പമൊന്നും മാഞ്ഞുപോകില്ല. ഈ ചോദ്യം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലും ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പാണ്. എന്താണ് ഈ പ്രഹേളികയെക്കുറിച്ച്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون